ഹായ്, ഞാനിന്നൊരു കൈപ്പക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനായി കൈപ്പക്ക, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതുക്കിയത്, കറിവേപ്പില, തക്കാളി, പിന്നെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിക്കുക. പിന്നെ ചതുക്കി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക. അതിൽ ഞാൻ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റുക. ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയാൽ നന്നായി വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഉള്ളി വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കാനുണ്ട്. അതിലേക്ക് ഗരം മസാല, പെരുംജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് എരിവ് വേണ്ടുന്നവർ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൈപ്പക്കയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. നന്നായി വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ ആ കയ്പിൻ്റെ ഒരു ബാലൻസ് ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യമില്ലാത്തവർ ചേർക്കണ്ട, ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വാദ് കിട്ടും. അപ്പോൾ ഇവിടെ കൈപ്പക്ക മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമാകും, ട്രൈ ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.